ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെക്കോർഡ് പ്ലസ് സ്റ്റഡി പ്ലസ് ബാക്ക്ലോഗ്സ് ആൻഡ് ഇന്നൊരു റൈനി ഇടാൻ കൂടെ ആയിരുന്നു. അങ്ങനെ പെരുത്ത മഴ ഒന്നും ആയിരുന്നില്ല, ബട്ട് ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. കുറേ റാൻഡം ക്ലിപ്സ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ലേസ് കഴിച്ചിട്ടാണ് തുടങ്ങുന്നത്. സോറി, ഇറ്റ്സ് നോട്ട് ലൈസ്. കുറേ കഴിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ഞാൻ ഓരോ ഷോർട്സൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കഴിക്കായിരുന്നു. ഇന്ന് സൺഡേ ആയിരുന്നു, അതായത് കഴിഞ്ഞ സൺഡേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. ഇപ്പോഴാണ് സമയം കിട്ടിയത് എഡിറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. വീക്കെൻഡ് ഫുള്ള് ബിസി ആയിരിക്കും. റെക്കോർഡങ്ങ് എഴുതി തീർന്നാൽ പിന്നെ കുറച്ച് സമാധാനമാണ്. ബോട്ടണി ഏകദേശം കഴിയാറായി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ആകെ കുറച്ച് പേജുകൾ മാത്രമേ എഴുതാറുള്ളൂ. സുവോളജി തുടങ്ങിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട്. കുറേ പേർക്കൊക്കെ റെക്കോർഡ് വെക്കേഷനിൽ തന്നെ കിട്ടിയിട്ടുണ്ടാകും, ബട്ട് ഞങ്ങൾക്ക് സ്കൂൾ തുറന്നിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ഇതുവരെ എത്തി. ആൻഡ് നിങ്ങളുടെ റെക്കോർഡൊക്കെ എവിടെ വരെ എത്തിയെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എൻ്റെ റെക്കോർഡ് ഇങ്ങനെ എല്ലാ വീഡിയോസിനും ഇങ്ങനെ കാണിക്കാറുണ്ട്. സോ ഇതും കൂടെ ഒന്ന് കണ്ടു നോക്കും. ഞാൻ ബാക്കി വരച്ചിട്ടുണ്ട്. ആൻഡ് സുവോളജി റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ഇന്നാണ്. ഞാൻ പറഞ്ഞല്ലോ തുടങ്ങിയിട്ടുള്ളൂ എന്ന്. തുടങ്ങുന്ന ദിവസം എന്നാണ്. ബയോളജിൻ്റെ ലാബ് മാനുവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ PDF കൂടി ഉണ്ട്. എനിക്ക് ചിലത് ക്ലിയർ ആവാതെ, അതായത് ഇതിൽ മൊത്തമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ PDF പോയിൻറ്റ്സ് വെച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ PDF നോക്കിയിട്ട് പോയിൻറ്റ്സ് എഴുതുക. അങ്ങനെ PDF നോക്കിയിട്ട് പോയിൻറ്റ്സ് അല്ലെങ്കിൽ പിക്ചേഴ്സ് ക്ലിയർ അല്ലാത്തൊക്കെ അതിൽ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു റെയിനി ഡേ ആയിരുന്നു എന്ന്. ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ടായി. മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ താഴ്ത്തിരുന്ന്, കാരണം മഴൻ്റെ വെള്ളം ഇങ്ങനെ തെറിക്കും. സോ നമ്മുടെ റെക്കോർഡ് നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ താഴെ വെച്ചിട്ട് വരയ്ക്കാൻ. ഇന്നാണ് ഞാൻ സുവോളജി റെക്കോർഡ് സ്റ്റാർട്ടാക്കിയത്. ആൻഡ് ടുമോറോ മൺഡേ നമുക്ക് സ്റ്റാർ ഫിഷ് വരെ കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ തുടങ്ങിയിട്ട് ഞാൻ അത്രയും പിക്ചേഴ്സ് ജസ്റ്റ് റഫായിട്ട് വരച്ച് വെച്ചു. ആൻഡ് ഇനി കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി റെഡിയാക്കാൻ എഴുതി. അങ്ങനെ ഇപ്പോൾ തൽക്കാലത്തേക്ക് സ്റ്റാർ ഫിഷ് വരെ ജസ്റ്റ് റഫായിട്ട് വരച്ചിട്ടുണ്ട്. അങ്ങനെ കുളി, ഫുഡ് കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും ടൈം ആയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം കുറച്ച് മുന്നേ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴാണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. നമുക്ക് സ്റ്റുഡൻസിന് എന്ന് പറയുമ്പോൾ മൺഡേ എന്ന് പറയുമ്പോൾ ഒരു ഇഷ്ടമില്ലാത്ത ദിവസമായിരിക്കും. ബട്ട് എന്തോ ലക്കിന് ഈ ഒരു വർഷം മൺഡേ എന്ന് പറയുന്നത് ഭയങ്കര സുഖമുള്ള ടൈം ടേബിളായിരുന്നു. ബട്ട് എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യേണ്ടത് മൺഡേ ആയിരിക്കും. റെക്കോർഡാണെങ്കിലും എക്സാം ആണെങ്കിലും എന്താണെങ്കിലും. അതുപോലെ തന്നെ നാളെ ഒരു ടെസ്റ്റും കൂടി പറഞ്ഞിട്ടുണ്ടടാ. ടെസ്റ്റ് ഏതാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ക്ലാസ് കാണുന്നതിൻ്റെ ടെസ്റ്റ് തന്നെയാണ്, ഫിസിക്സ് ആണ്. ഞാൻ ഒന്നല്ലെങ്കിൽ അങ്ങനെ ഒരു പോർഷൻ ഓഫ് ക്ലാസ് കണ്ടിട്ട് അത് ഞാൻ പോമഡോറോ ടെക്നിക്ക് വെച്ചിട്ട് പഠിക്കും. ഈ പോമഡോറോ ടെക്നിക്ക് ഞാൻ ഈ ഒരു ഇയറിൽ പഠിക്കൽ തുടങ്ങിയിട്ടുള്ളൂ. അതായത് ഞാൻ ഫ്ലിപ്പ് ക്ലോക്ക് എന്ന് പറഞ്ഞ ആപ്പ് ഞാൻ കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നല്ല രസമാണല്ലോ ഈ ഒരു ആപ്പ്, അങ്ങനെ ഫ്ലിപ്പ് ചെയ്യുന്ന കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നതാണ് ഈ ഒരു പോമഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത്. അത് ഈ ഒരു ആപ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ അതിൽ 25 മിനിറ്റ്സ് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ്സ് ബ്രേക്കായിട്ട് നമുക്ക് ആ ഒരു ആപ്പ് തന്നെ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. സോ എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്താൽ തുടങ്ങിയതാണ്. സോ ആബ്സല്യൂട്ട്ലി നല്ല ബെനിഫിറ്റ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കുമ്പോൾ ബോറടി, ഉറക്കം വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. ഒരു പരിധി വരെ കുറക്കാമെന്നാണ് എനിക്ക്. ഞാൻ ഓൾറെഡി സൈലം അഗ്നി 1.0 ബാച്ചിലെ ക്ലാസ്സുകൾ, അതായത് സ്കൂൾ തുടങ്ങുന്നതിന് മുന്നേ ഫിസിക്സൊക്കെ കണ്ടു നിർത്താണ് ഫസ്റ്റ് ചാപ്റ്റർ. ബട്ട് എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഞാൻ 2.0 കൂടി, ഞാൻ ഇപ്പോൾ 2.0 കറൻ്റ്ലി ഫോളോ ചെയ്യുന്നത്. 1.0 കുറച്ച് ബാക്ക്ലോഗ്സ് ഉണ്ട്. അതിന് എപ്പോഴെങ്കിലും ടൈം കിട്ടുകയാണെങ്കിൽ വെറുതെ കംപ്ലീറ്റ് ആക്കാം. ആൻഡ് ഇപ്പോൾ ഞാൻ എന്തായാലും 2.0 ഫോളോ ചെയ്യാമെന്ന്. അങ്ങനെ 2 പാർട്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഈവനിങ് ആയല്ലോ. അപ്പോൾ നമുക്ക് ഈവനിങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ്, വെക്കേഷൻ്റെ മുമ്പേ നമ്മൾ കണ്ടു തീർക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പഠിക്കുന്നോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് അത് കാണുമ്പോൾ അപ്പം ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണുള്ളത്. ആൻഡ് ഇപ്പോൾ എന്ന് വെച്ചാൽ സ്കൂളത്തെ ടീച്ചേഴ്സ് എടുക്കുന്നുണ്ട്. ആൻഡ് ടീച്ചേഴ്സ് പറയുമ്പോൾ നമുക്ക് പഠിക്കേണ്ടി വരും. ആൻഡ്
കൂടെ നമ്മൾ ഈ ഒരു ക്ലാസ്സും കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഓർമ്മയിൽ നിൽക്കും ആൻഡ് കോൺസെപ്റ്റ് ക്ലിയർ ആവുകയും ചെയ്യും. അങ്ങനെ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. സോ ഞാനിപ്പോൾ ഒരു ബനാന വെച്ചിട്ട് ടോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ബനാന ഗീ വെച്ചിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഷുഗർ വെച്ചിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. നിസ്കരിക്കുമ്പോഴത്തേന് അതിലെ ചൂടൊക്കെ പോകുമല്ലോ, അങ്ങനെ ഞാൻ നിസ്കരിച്ചിട്ട് കഴിക്കാൻ കരുതി. ഇതിപ്പോൾ കാണുമ്പോൾ എന്തോ പോലെ തോന്നും, കാരണം ഇത് ഭയങ്കര ഒരു പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഉടച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിടുക. പെട്ടെന്ന് ഇങ്ങനെ ഉടയ്ക്കാനൊന്നും പറ്റില്ല. നേരൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഫിസിക്സ് ക്ലാസ് കാണാതെ ബയോളജി ക്ലാസ് കാണാമെന്ന് കരുതി. സോ ഞാൻ ബയോളജീൻ്റെ ക്ലാസ് കാണാണ്. ഒരൊറ്റ സ്ട്രെച്ചിലിരുന്നിട്ട് 2 ക്ലാസ്സും കണ്ടു തീർത്ത് ബയോളജീൻ്റെ. ഇനിയിപ്പോൾ നമുക്ക് പഠിക്കാണ്ട് നാളെ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഫിസിക്സിൻ്റെ. ആൻഡ് ഈ ഒരു പെന്നുകൾ ഞാൻ റെക്കോർഡ് എഴുതാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. 2 ജെൽ പെന്നാണ് ആൻഡ് 1 ഹെഡിങ്ങൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ശരിക്കും എനിക്ക് ഗിൽട്ടർ പെന്നായിരുന്നു വേണ്ടിയിരുന്നത്, ബട്ട് ഈ പെന്നാണ് എനിക്ക് കിട്ടിയത്. ഗിൽട്ടർ പെന്ന് എനിക്കിനി വേറെ വാങ്ങിക്കണം. ഗിൽട്ടർ പെന്ന് സബ് ഹെഡിങ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ആ ഒരു ബ്ലാക്ക് പെന്ന് മെയിൻ ഹെഡിങ് എഴുതാൻ വേണ്ടിയിട്ടും ജെൽ പെന്ന് റെക്കോർഡിലെ നോട്ട്സൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പഠിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇനി രാവിലെ എണീച്ചിട്ട് റെക്കോർഡ് കംപ്ലീറ്റ് ആക്കാമെന്ന് കരുതി. അങ്ങനെ എണീച്ചപ്പോഴത്തേന് 6 മണി ആയിരുന്നൊന്നും ഞാൻ പറഞ്ഞില്ല, കാരണം ഞാൻ 5 മണിക്ക് എണീച്ചിട്ടുണ്ട്. നിസ്കാരമെല്ലാം കഴിഞ്ഞപ്പോൾ ഫിസിക്സ് ജസ്റ്റ് ഒന്ന് നോക്കി ശേഷം ഞാൻ റെക്കോർഡ് ചെയ്താൻ വേണ്ടിയിട്ട് ഇരുന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ഇന്ന് ഇത്രയും ധൃതിപ്പെട്ട് എഴുതുന്നത് ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വരയ്ക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ തന്നെ ഓൾറെഡി. ഈ ലാസ്റ്റത്തെ ഒരു പണി നടന്ന് നോട്ട്സ് എഴുതാനും കൂടിയാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടുണ്ടാവും. റെക്കോർഡ് മൊത്തം കഴിയുന്നല്ല, ടാർഫിഷ് വരെ കഴിയും. ആൻഡ് ഗിൽട്ടർ പെന്ന് കിട്ടാത്തതുകൊണ്ട് തന്നെ സബ് ഹെഡിങ് ഞാൻ എഴുതുന്നില്ല, അത് ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട് എഴുതുന്നുള്ളൂ. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആക്കാമെന്നാണ് കരുതുന്നത്. ഗിൽട്ടർ പെന്നുകൊണ്ട് ഞാൻ എഴുതിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ റെക്കോർഡ് കാണിക്കുന്നില്ല. സോ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ആൻഡ് പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പെന്നുകൊണ്ട് എഴുതുന്നത് സുവോളജി. അത് കണ്ടിട്ട് നിങ്ങളും പെന്നുകൊണ്ട് എഴുതരുത്. നിങ്ങളുടെ ടീച്ചർ എന്താണ് പ്രിഫർ ചെയ്യുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ എഴുതാൻ ഞങ്ങളോട് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന പെന്ന് വെച്ചിട്ട് എഴുതാനാണ്. ആൻഡ് നിങ്ങളുടെ ടീച്ചേഴ്സ് എന്താണ് പറഞ്ഞത് അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ. ഞങ്ങളുടെ ബോട്ടണി മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൻസിൽ വെച്ചിട്ട് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ നമ്മൾ ഈ ഓരോ ടീച്ചേഴ്സ് എന്താ പറയുന്നത് അതുപോലെ നമ്മൾ ഫോളോ ചെയ്യണം. ഞാൻ പിന്നെ ഒരു കളർ മാത്രം വെച്ചിട്ട് എഴുതിയിട്ടുള്ളത് സുവോളജി. ആൻഡ് സുവോളജി റെക്കോർഡിലെ നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കളർ പെന്ന് വെച്ചിട്ട് മാത്രമാണ് എഴുതുന്നത്. ബ്ലൂവും ബ്ലാക്കും നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് കളർ പെൻസ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ നിങ്ങളുടെ ടീച്ചേഴ്സ് എന്താണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ. സോ ദാറ്റ്സ് ഫോർ ടുഡേ.